ചുൻമുൻ നീ പേടിക്കണ്ട, നിന്നെ രക്ഷിക്കാൻ ഞാൻ വന്നു. ചുൻമുൻ, എനിക്ക് തോന്നുന്നത് നിന്നെ രക്ഷിക്കാനാണ് ഇവിടെ വന്നതെന്ന്. വേനൽക്കാലം തുടങ്ങിയിരുന്നു. മിട്ടു ഒരു മരത്തിന്റെ നിഴലിൽ ഇരുന്നു. അപ്പോൾ മിട്ടുവിന്റെ അടുത്തായി ഒരു കുരുവി വന്ന് താഴെ വീണു. അതിന്റെ ചിറകിൽ പരിക്കേറ്റിരുന്നു. നീ എവിടെയാ ചിൻമുൻ? ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നിന്നെ ഞാൻ ഉറപ്പായും വേട്ടയാടും. അങ്ങനെ പറഞ്ഞ് ആ പരുന്ത് അവിടെ നിന്നും പോയി. അയ്യോ, നിനക്ക് എങ്ങനാ പരിക്കേറ്റത്? ആ പരുന്താ എന്നെ ഇങ്ങനെ ആക്കിയത്. അതിവിടെ നിന്നും പോയി. നിന്റെ പേരെന്താണ്? എന്റെ പേര് ചുൻമുൻ. നല്ല ഭംഗിയുള്ള പേര്. നീ എന്റെ കൂടെ വാ. നിനക്ക് ഭേദമാകുന്നത് വരെ എന്നോടും അമ്മയോടുമൊപ്പം നിനക്ക് താമസിക്കാം. സത്യമായിട്ടും? ആ, ഞാനും എന്റെ അമ്മയും നിന്നെ നന്നായി നോക്കാം. ചിൻമുൻ വളരെ സന്തോഷത്തോടെ മിട്ടുവിന്റെ കൂടെ ഗുഹയിലേക്ക് പോയി. അവിടെ മിട്ടുവിന്റെ അമ്മ മൈന ഒരു ചുമന്ന കല്ലിന്റെ മുൻപിലിരുന്നു. അത് കാണാൻ വളരെ മനോഹരമായിരുന്നു. അയ്യോ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്റെ പേരെന്താ? ശരി, നിനക്ക് എങ്ങനെ പരിക്കേറ്റു? എന്റെ പേര് ചുൻമുൻ. ഗോൾഡി എന്ന പേരുള്ള ഒരു പരുന്തെന്നെ ഓടിച്ചു കൊണ്ടുവന്നു. ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാണ് നിങ്ങളുടെ കാട്ടിലെത്തിയത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുമ്പോഴാണ് എനിക്കും ഇതുപോലെ പരിക്കേറ്റത്. ശരി ശരി, പോട്ടെ. നിനക്ക് ഭേദമാകുന്നത് വരെ നിനക്ക് ഞങ്ങളുടെ കൂടെ ഈ ഗുഹയിൽ താമസിക്കാം. ഇത് കേട്ട് മിട്ടു ഒരുപാട് സന്തോഷിച്ചു. അന്നു മുതൽ ചുൻമുൻ അവരുടെ കൂടെ ഗുഹയിൽ താമസിച്ചു. മിട്ടു, എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എല്ലാ പക്ഷികളെയും പോലെ എന്തുകൊണ്ട് കൂട് കെട്ടി താമസിക്കുന്നില്ല? അതുമാത്രമല്ല, അമ്മയുടെ മുൻപിലില്ലേ ഒരു കല്ല്? അത് ദിവസം തോറും എങ്ങനാ നിറം മാറുന്നത്? ഇതൊരു രഹസ്യമാണ്. എന്നാൽ നീ എന്റെ ചങ്ങാതിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയാം. സത്യത്തിൽ അതൊരു മാന്ത്രിക കല്ല. കുറെ നാളുകൾക്ക് മുൻപ് ഒരു ദേവത ഞങ്ങളുടെ കാട്ടിൽ വന്നു. ആ ദേവതയ്ക്ക് തീരെ വയ്യായിരുന്നു. അവരെ ഭേദമാക്കണമെങ്കിൽ കാട്ടിലെ നീല നിറത്തിലുള്ള പൂക്കൾ അതിന് വേണം. കാട്ടിലുള്ള ഞങ്ങൾ എല്ലാവരും ഓരോ ദിവസവും ആ ദേവതയ്ക്ക് ആ നീലപ്പൂക്കൾ കഴിക്കാൻ കൊടുത്തു. ദിവസത്തിനുള്ളിൽ അവർക്ക് ഭേദമായി. അവർ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ കല്ല് തന്നത്. വേനൽക്കാലത്തിൽ ഈ കല്ലിന്റെ നിറം ദിവസവും മാറുമെന്ന് പറഞ്ഞു. ആ കല്ല് പച്ച നിറത്തിലേക്ക് മാറിയ ഉടനെ നമ്മുടെ കുളത്തിനടുത്തൊരു പാറയില്ലേ, ആ പാറയുടെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കണം. അതിനുശേഷം സൂര്യരശ്മികൾ ഇതിൽ കൊണ്ട ഉടനെ അതിന്റെ നിറം ഒരുപാട് കുറഞ്ഞു പോകും. അപ്പോൾ ഞങ്ങളുടെ കാട് വേനൽക്കാലത്തും തണുക്കും. അയ്യോ, ഇത് അത്ഭുതമുള്ള കല്ല് തന്നെയാ. ഇത് സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഈ ഗുഹയിൽ താമസിക്കുന്നത്. ഒരുപക്ഷെ ഈ കല്ല് ഏതെങ്കിലും മൃഗം കഴിച്ചാൽ അത് വളരെ ശക്തിശാലിയായി മാറും. എന്നാൽ ഇത് ഞങ്ങൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കുന്നത്. എന്നാൽ ആരെങ്കിലും പാറയുടെ മുകളിൽ വയ്ക്കുമ്പോൾ കൊണ്ടുപോയാൽ? നമ്മളിത് ഒരിക്കൽ കൊണ്ട് പാറയുടെ മുകളിൽ വെച്ചാൽ പിന്നെ അത് നിരന്തരമായി അവിടെ തന്നെ ഇരിക്കും. അത് ആർക്കും എടുക്കാൻ പറ്റില്ല. ഇത് നല്ല കാര്യമാ. ഇന്നു മുതൽ ഞാനും അത് സംരക്ഷിക്കാം. ഇപ്പോൾ കല്ലിന്റെ നിറം മാറാൻ തുടങ്ങി 9 ദിവസമായി. അന്ന് രാത്രി മിട്ടുവും മൈനയും ചുൻമുന്നും എല്ലാവരും കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ മൈനയും മിട്ടുവും എഴുന്നേറ്റ് നോക്കിയപ്പോൾ കല്ലും കാണാനില്ല, ചുൻമുന്നിനെയും കാണാനില്ല. അപ്പോൾ സിംഹരാജാവ് മൃഗങ്ങളുമായി ഗുഹയിലേക്ക് വന്നു. ഇന്ന് 10ാമത്തെ ദിവസമാ. ആ കല്ല് കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. എവിടെയുണ്ട് ആ കല്ല്? അത് കേട്ട് മിട്ടുവും മൈനയും അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. വെളിയിൽ നിന്നും വന്ന് ആ പക്ഷിയെ നിങ്ങൾ എങ്ങനെയാ വിശ്വസിച്ചത്? ഇല്ല, ഞാനിത് എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്താം. കാരണം ചുൻമുൻ മോഷ്ടിക്കില്ല. ആ ഗോൾഡി പരുന്താ ചുൻമുനെയും കല്ലിനെയും രണ്ടിനെയും കൊണ്ടുപോയത്. അങ്ങനെ പറഞ്ഞ് മിട്ടു അവിടെ നിന്നും പുറപ്പെട്ടു. നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് കാടിന്റെ കാലാവസ്ഥയും മാറി. ഇലകളെല്ലാം വാടാൻ തുടങ്ങി. നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് മൃഗങ്ങൾക്കെല്ലാം അസുഖം വന്നു. മിട്ടു പറന്ന് പറന്ന് ഒരു സ്ഥലത്തിൽ പോയിരുന്നു. അവിടെ ഗോൾഡിയും ചുൻമുന്നും നിൽപ്പുണ്ടായിരുന്നു. നടുക്ക് ആ കല്ലും. ചുൻമുൻ, നീ പേടിക്കണ്ട, നിന്നെ രക്ഷിക്കാൻ ഞാൻ വന്നു. ചുൻമുൻ, എനിക്ക് തോന്നുന്നത് നിന്നെ രക്ഷിക്കാനാണ് ഇവിടെ വന്നതെന്ന് ഇവൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുമെന്നാണ്.
മിട്ടു, ഞാനും ഗോൾഡിയും ശത്രുക്കളല്ല. ഞാനെന്ന് നടന്നതും പറഞ്ഞതും എല്ലാം വെറും ഡ്രാമയായിരുന്നു. എനിക്ക് വയ്യ എന്ന രീതിയിൽ നിങ്ങളുടെ ഗുഹയിൽ കയറേണ്ടതായി വന്നു. എന്നാലല്ലേ കല്ല് മോഷ്ടിച്ച് ഗോൾഡിക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞത് സത്യമാണല്ലേ? നീ ഒരു ദ്രോഹിയാ. നിന്നെ വിശ്വസിച്ച് എനിക്കെന്റെ കല്ല് നഷ്ടമായി. നിങ്ങളുടെ ഡ്രാമ കൂടി. അപ്പോൾ ഗോൾഡിപ്പരുന്ത് കൊത്തി കൊത്തി മിട്ടുവിനെ ആക്രമിച്ചു. അതിനുശേഷം ഒരു കയറിട്ട് കെട്ടി. പിന്നെ അത് കല്ലിന് നേരെ നടക്കാൻ തുടങ്ങി. ചുൻമുൻ അവനെ തടയേ. ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും വേനൽ കൊണ്ട് കഷ്ടപ്പെടുന്നു. ഞാൻ ഈ കല്ല് കൊണ്ടുപോയില്ലെങ്കിൽ അവരെല്ലാവരും മരിച്ചു പോകും. ഇനി എന്നെക്കാൾ ശക്തിശാലി വേറെ ആരും തന്നെ കാണില്ല. ഈ കല്ല് ഞാൻ എടുത്തിട്ട് വളരെ ശക്തിശാലിയായി ഞാൻ മാറാൻ പോകുന്നു. ഗോൾഡി ആ കല്ല് അതിന്റെ ചുണ്ടുകൊണ്ട് വായിലെടുത്ത് പിന്നെ അത് വിഴുങ്ങുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം അതിന്റെ ചിരിയും നിന്നു. ശ്വാസം വിടാൻ പറ്റാതെയായി. എനിക്ക് എന്താ സംഭവിക്കുന്നത്? ഗോൾഡി, ഏത് കല്ലാണോ മാന്ത്രിക കല്ലെന്ന് വിഴുങ്ങിയത് അത് സാധാരണ കല്ല. അത് കേട്ട് മിട്ടു ആശ്ചര്യത്തോടെ ചുൻമുന്നിനെ നോക്കി. നീ പറഞ്ഞതുകൊണ്ട് കല്ല് മോഷ്ടിച്ചത് സത്യമാണ്. എന്നാൽ പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, ഇത്രയും ദിവസം എന്നെ നന്നായി നോക്കിയേ ആ പക്ഷികൾക്ക് ദ്രോഹം ചെയ്യാൻ എന്റെ മനസ്സ് സമ്മതിച്ചതേയില്ല. ഞാൻ ആ കല്ല് പോലെ സാധാരണ കല്ല് കണ്ടെത്തി അതാ നിനക്ക് തന്നത്. അത് കേട്ടതും ഗോൾഡിക്ക് ദേഷ്യം കണക്കില്ലാതെയായി. എന്നാൽ അതിന്റെ തൊണ്ടയിൽ ഇപ്പോൾ ഒരു കല്ലുണ്ട്. പാവം, അത് വേദനയിൽ പിടഞ്ഞു. കുറച്ചുനേരം നിലവിളിച്ച് കരഞ്ഞതിനു ശേഷം ഗോൾഡി അവിടെ തന്നെ ജീവൻ വെടിഞ്ഞു. അതിനുശേഷം ചുൻമുൻ മിട്ടുവിനെ കെട്ടിയിരുന്ന കയറഴിച്ചു. മറുവശത്ത് കാട്ടിലെ എല്ലാ മൃഗങ്ങളും കുളത്തിന്റെ അടുത്തേക്ക് എത്തി. കുളത്തിലെ വെള്ളത്തിനും ഇപ്പോൾ ചൂടായിരുന്നു. എല്ലാ മൃഗങ്ങളും തളർന്ന് അവിടെ തന്നെ വീണു. അപ്പോൾ എല്ലാ മൃഗങ്ങളും മിട്ടുവും ചുൻമുന്നും വരുന്നത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം മിട്ടു ആ കല്ലുകൊണ്ടുപോയി ആ പാറയിൽ വച്ചു. കല്ലവിടെ വച്ചതും സൂര്യന്റെ രശ്മികൾ അതിൽ വീഴാൻ തുടങ്ങി. സൂര്യന്റെ പ്രകാശം ആ കല്ലിൽ പെട്ട ഉടനെ പെട്ടെന്ന് അവിടെയുള്ള കാലാവസ്ഥ മാറാനും തുടങ്ങി. ഇപ്പോൾ ആ സ്ഥലം എല്ലാവർക്കും വളരെ തണുപ്പുള്ളതായി തോന്നി. ചുൻമുൻ കാരണമാ നമുക്ക് ഈ കല്ല് വീണ്ടും കിട്ടിയത്. അല്ലെങ്കിൽ ഗോൾഡി ഇത് വിഴുങ്ങി നമ്മളെ എല്ലാവരും അടിമയാക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് മിട്ടു മൃഗങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാവരും ചുൻമുന്നിനെ പുകഴ്ത്തി. അങ്ങനെ അന്നു മുതൽ ചുൻമുൻ എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ജീവിച്ചു. നല്ല വെയിലുള്ളപ്പോൾ പോലും അവിടത്തെ കാലാവസ്ഥ മാത്രം നല്ല തണുപ്പായിരുന്നു. അതെ, നെറ്റ്കട്ട് കുരങ്ങച്ച, ബോണി നിന്നെ വിളിക്കുന്നുണ്ട്. എന്നോട് നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞതാ. ആണോ? എന്നാ ഞാൻ പോയിട്ട് വരാം. നീ എന്റെ വീടൊന്ന് നോക്കണേ. വീടിനകത്ത് മാമ്പഴമുണ്ട്. അത് വല്ല പക്ഷികളും വന്ന് എടുത്തോണ്ട് പോവും. ആ, തീർച്ചയായിട്ടും. പലതരം പക്ഷികളുള്ള ബാലിയിലെ ഒരു കാട്ടിലെ കഥയാണിത്. അവിടെ ചട്ടോരി എന്ന് പറയുന്ന ഒരു പക്ഷിയും ഉണ്ടായിരുന്നു. ചട്ടോരിക്ക് മാങ്ങകൾ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ബോണി, എനിക്ക് മാമ്പഴം കഴിക്കാൻ കൊതിയാവുന്നു. ഇവിടെ അടുത്തുള്ള കാടുകളിലെ എല്ലാ മാമ്പഴങ്ങൾ തീർന്നുപോയി. വാ, നമുക്ക് ദൂരെ ഏതെങ്കിലും കാട്ടിൽ പോയി മാമ്പഴമുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ചട്ടോരി, നീ ഇപ്പൊ തന്നെ 10 മാമ്പഴം കഴിച്ചു കഴിഞ്ഞു. ഇനി എത്ര എണ്ണം നീ കഴിക്കും? ഞാനെങ്ങുമില്ല. എന്റെ അമ്മ എങ്ങാനും അറിഞ്ഞ എന്നെ കൊന്നു കളയും. അയ്യേ, ഒന്നും സംഭവിക്കില്ല. നീ എന്റെ കൂടെ വന്നാ മതി. ഞാൻ സംസാരിക്കാം നിന്റെ അമ്മയോട്. പിന്നെ അതുമല്ല, നമ്മൾ ഇരുട്ടാവുമ്പോഴേക്കും തിരിച്ചു വരുമല്ലോ. നമ്മൾ അവിടെ പോയി അടിച്ചു പൊളിക്കും. നിനക്കും നിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാലോ. അതെയോ? അപ്പൊ എനിക്കും എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ പഴങ്ങളും കഴിക്കാമല്ലേ? നീ എന്റെ കൂടെ വന്നാലല്ലേ? ഉറപ്പായും അതെല്ലാം നിനക്ക് കിട്ടും. ബോണി അത്യാഗ്രഹം മൂത്ത് അവളുടെ അമ്മയോടൊന്നും പറയാതെ ചട്ടോരിയുടെ കൂടെ പോകുന്നു. അവർ രണ്ടുപേരും അവർക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങൾ അന്വേഷിച്ച് ഒരുപാട് ദൂരം പോകുന്നു. രാത്രി ആയതൊന്നും അവരറിയുന്നതേയില്ല. ചട്ടോരി, വേഗം വാ. ഇപ്പൊ തന്നെ നേരം വൈകി. നീ കാരണം എനിക്ക് അമ്മയുടെ നിന്ന് നല്ല ചീത്ത കേൾക്കും. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. ഞാൻ പറഞ്ഞോളാം ഞാൻ വിളിച്ചിട്ടാണ് നീ വന്നതെന്ന്. വാ, എന്നാ വേഗം പോവാ. എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവിട്.
ചട്ടോരി ബോണിയെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ബോണി, ഇത്ര നേരമായിട്ട് നീ എവിടെയായിരുന്നു? നിനക്കറിയാലോ ഞാൻ നിന്നെ രാത്രി പുറത്തു വിടാറില്ലെന്ന്. ചട്ടോരി നോക്കുമ്പോൾ ബോണിയുടെ അമ്മ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ചട്ടോരി വേഗം അവിടുന്ന് പറന്നു പോകുന്നു. ബോണിക്ക് ചീത്ത കേൾക്കുന്നത് കണ്ട് ചട്ടോരി അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുന്നു. മമ്മി, എന്നോട് ക്ഷമിക്ക്. ചട്ടോരി പറയുന്നത് കേട്ട് ഞാനതിൽ വീണുപോയി. എനിക്കിഷ്ടപ്പെട്ട പഴങ്ങളും കിട്ടിയില്ല. മോളെ, നിനക്കെന്താ വട്ടായോ? നിനക്കറിയാലോ ചട്ടോരിക്ക് മാമ്പഴം എന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമാണെന്ന്. അതിനുവേണ്ടി മാത്രമാണ് നിന്നെയും കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ ആരും പറയുന്നത് കേട്ട് അതിലൊന്നും പോയി വീഴരുത്. നിന്നെ അവിടെ ഇട്ടിട്ട് വന്നിരുന്നെങ്കിലോ? ഇന്നു മുതൽ നീ ചട്ടോരിയോട് മിണ്ടരുത്. ആ അമ്മേ, എനിക്കിന്ന് മനസ്സിലായി. ചട്ടോരിക്ക് മാമ്പഴം മാത്രമേ ചിന്തയുള്ളൂ. അടുത്ത ദിവസം ബോണിയും ചട്ടോരിയുമായിട്ടുള്ള സൗഹൃദം അവിടെ തീരുന്നു. ചട്ടോരി തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നു. പിന്നെ അവൾ ചിന്തിക്കാൻ തുടങ്ങി, എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും മണ്ടന്മാരാക്കി അവരുടെയൊക്കെ മാമ്പഴങ്ങൾ മോഷ്ടിച്ചാലോ എന്ന്. അതെ, നെറ്റ്കട്ട് കുരങ്ങച്ച, ബോണി നിന്നെ വിളിക്കുന്നുണ്ട്. എന്നോട് നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞതാ. ആണോ? എന്നാ ഞാൻ പോയിട്ട് വരാം. നീ എന്റെ വീടൊന്ന് നോക്കണേ. വീടിനകത്ത് മാമ്പഴമുണ്ട്. അതുപോലെ പക്ഷികളും വന്ന് എടുത്തോണ്ട് പോകും. ആ, തീർച്ചയായിട്ടും. ചട്ടോരി നട്ട്കട്ട് കുരങ്ങച്ചന്റെ മുഴുവൻ മാമ്പഴങ്ങളും എടുത്തോണ്ട് പോകുന്നു. അപ്പോഴേക്കും നട്ട്കട്ട് കുരങ്ങച്ചൻ ബോണിയുടെ അടുത്തെത്തുന്നു. ബോണി, നീ എന്നെ വിളിച്ചിരുന്നോ? ചട്ടോരി അങ്ങനെ വന്ന് പറഞ്ഞല്ലോ. ഇല്ല കുരങ്ങച്ച, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനാ നിന്റെ വീട് അങ്ങനെ തുറന്നിട്ട് വന്നത്? അങ്ങനെയല്ല, അവിടെ ചട്ടോരിയുണ്ട്. നിന്റെ വീട്ടിൽ മാമ്പഴം ഒന്നും ഇല്ലല്ലോ അല്ലേ? ആ, ഉണ്ടല്ലോ. നട്ട്കട്ടി കുരങ്ങച്ച, ഇപ്പോ നിന്റെ മാമ്പഴങ്ങളെല്ലാം ചട്ടോരി എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. അവൾക്ക് വല്ലാത്ത കുബുദ്ധിയാണ്. ഇപ്പോഴാണെങ്കിൽ മോഷ്ടിക്കാനും തുടങ്ങി. അവള് മാമ്പഴത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവും. അവർ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും അവിടുത്തെ മാങ്ങകളെല്ലാം മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഇതുപോലെ ആ കാട്ടിലുള്ള എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും അവൾ പറ്റിച്ച് മാമ്പഴങ്ങൾ മോഷ്ടിച്ചു. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കാട്ടിലുള്ള എല്ലാ പക്ഷികളും മൃഗങ്ങളും ഒത്തുകൂടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടോ ചട്ടോരി തന്നെയാണ് ഈ മാമ്പഴങ്ങളെല്ലാം മോഷ്ടിക്കുന്നതെന്ന്? അതെ അതെ മഹാരാജാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. നട്ട്കട്ടി കുരങ്ങച്ചന്റെയും ബാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കി അവരുടെ മാമ്പഴങ്ങളൊക്കെ മോഷ്ടിച്ചു. ഇപ്പൊ നിങ്ങളെല്ലാവരും എന്താണ് തീരുമാനിക്കാൻ പോകുന്നത്? ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം അറിയണമെന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. മഹാരാജാവേ, അവളെ ഈ കാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണം. ഇല്ല, അത് പറ്റില്ല. കാരണം ഇത് അവളുടെയും കൂടെ വീടാണ്. നമുക്ക് ഒരിക്കലും ഒരാളുടെ വീട് തട്ടിത്തെറിപ്പിക്കാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. അവളോട് ആരും ഇനി മിണ്ടരുത്. അതുപോലെ തന്നെ ഒരു പരിപാടിക്കും അവളെ ക്ഷണിക്കാനും പാടില്ല. നോക്കാം അവൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന്. ആ മഹാരാജാവേ, അത് ശരിയാവും. എല്ലാവരും രാജാവ് പറഞ്ഞതനുസരിച്ചു. ആരും തന്നെ ചട്ടോരിയോട് സംസാരിക്കാനും വന്നില്ല, ഒരു പരിപാടിക്കും ക്ഷണിച്ചുമില്ല. അവളെല്ലാം മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അവൾ വിഷമിക്കാൻ തുടങ്ങി. എന്നോട് ഇനി ആരും മിണ്ടില്ലെന്നാ തോന്നുന്നത്. എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റാ സംഭവിച്ചിരിക്കുന്ന. ഇനി ആകെയുള്ള വഴി മഹാരാജാവിനോട് പോയി പറയുന്നതാ. അദ്ദേഹത്തിനെ വല്ലതും ശരിയാക്കാൻ പറ്റുള്ളൂ. ചട്ടോരി മഹാരാജാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മഹാരാജാവേ, എനിക്ക് മാപ്പ് തരണം. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഈ കാട്ടിൽ ആരും തന്നെ എന്നോട് ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ആരും ഒരു കാര്യത്തിനും എന്നെ ക്ഷണിക്കുന്നുമില്ല. ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല. ഞാൻ മാമ്പഴം കഴിക്കുന്നത് പോലും നിർത്തുക. അതൊന്നും വേണ്ട. ആരും തന്നെ നിന്റെ മാമ്പഴം കഴിക്കുന്ന ശീലം കൊണ്ടല്ല ബുദ്ധിമുട്ടിയിരിക്കുന്നത്. നിന്റെ മോഷണം കാരണമാണ്. ഇപ്പൊ നിനക്ക് നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ ഇനി എല്ലാവരോടും പറഞ്ഞേക്കാം. മഹാരാജാവ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ചട്ടോരിയുടെ കാര്യങ്ങൾ പറയുന്നു. എല്ലാവരും ചട്ടോരിയോട് ക്ഷമിക്കുന്നു. അതിനുശേഷം എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ അവിടെ കഴിയുന്നു.